പിന്നെ 10-35 പോലീസുകാരുള്ള പോലീസ് സ്റ്റേഷൻ. ആവശ്യം വന്നപ്പോൾ ഒരൊറ്റ ഒരുത്തനുണ്ടോന്ന് നോക്കി. ഈ ഞാൻ കിടന്ന് ബുദ്ധിമുട്ടുമല്ല, അതേ വരണ ഉറങ്ങണുണ്ട്. എറിഞ്ഞാൻ കൊള്ളി. ഇതാരാ ഇത്? എന്തെങ്കിലും കാരണമായിരിക്കും. ഹലോ 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 ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അതെ, പോലീസ് സ്റ്റേഷൻ. ആരാണ്? നൂറുണ്ടോ? 100 അമ്പൂര് കിട്ടു. ഹലോ, അമ്പൂര് കിട്ടു. കോൺസ്റ്റബിൾ നൂറുദിനുണ്ടെന്ന്. കോൺസ്റ്റബിൾ നൂറുദിനോ? ചുമ്മാ വിളിക്കാം. ഞാൻ ഓർത്തു ക്വാർട്ടർ മേടിക്കാൻ സർക്കിള് എന്നെ ചലക്കും. ഇനി എന്നാണ് കുറച്ച് ശരിയാവുന്നത്. മൂവാറ്റുപുഴയിലെ പെണ്ണ് വെള്ളത്തിൽ ചാടി മരിച്ചില്ല, അതിന്റെ ആ മാസം തയ്യാറായി. ഹലോ ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അതെ, പോലീസ് സ്റ്റേഷനാണ്. സാറേ, നെമ്മീന് കിലോ എന്ത് വിലയുണ്ട്? നെമ്മീന് കിലോ എന്ത് വില ഉണ്ടെന്ന്? നെന്മീനോ? ആ, നെയ്മീനല്ലേ? നെമ്മീന് കിലോ എന്ത് വില ഉണ്ട് സാറേ? ഒരു മിനിറ്റ്. എടോ, നെയ്മീൻ എന്നെ ഞാൻ നിങ്ങൾ മാർക്കറ്റിൽ പോയില്ലായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്നാ കാണിച്ചിട്ട്. സാർ, ഇത് പോലീസ് സ്റ്റേഷനല്ലേ? ഇങ്ങോട്ട് വിളിച്ചാൽ. ഹലോ, ഇത് ആരാ ഇത്? ഹലോ, എടാ, നെയ്മീന് വില ചോദിച്ചാ പോലീസ് സ്റ്റേഷൻ വിളിച്ചു ചോദിച്ചാ നീ ആരാ? പോലീസ് സ്റ്റേഷനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചത്. രാവിലെ പത്രത്തിൽ ഒരു പരസ്യം കണ്ടായിരുന്നു. എന്നാ? കേരള പോലീസ് കേരളം കംപ്ലീറ്റ് വല വീശിയിരിക്കുകയാണെന്ന്. അമ്മയുടെ തലയെ കൂടെ ബോർഡാണോ? ഇപ്പൊ വിളിച്ച ആളെ അറിയാവാ? ഇപ്പൊ വിളിച്ച ആളെ അറിയാവാ? ഇല്ല. നിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞ്. എവിടുത്താന്ന് അറിയാവാ? ഇല്ലടാ. ഭാഗ്യം. ഇവനൊക്കെ നെയ്മീന് പോലീസ് സ്റ്റേഷനിൽ വില എഴുതണോ? എനിക്ക് പറ്റിയല്ല. എനിക്ക് ഇങ്ങനെയുണ്ടോ ഒരു പോലീസ് സ്റ്റേഷൻ? ഇതൊക്കെ തലയെ വെച്ചോണ്ട് നടക്കണ എന്നെ വേണം. പിന്നെ അടിക്കുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ ഫോൺ എടുത്ത് ഞാൻ വലിച്ചു പറിച്ചെറിഞ്ഞ അന്നേരത്തേന് പെണ്ണുമ്പിള്ള പറഞ്ഞു മൊബൈലില്ല എന്ന്. അങ്ങനെ മേടിച്ചു. എനിക്ക് പറ്റില്ല. കണ്ടവർക്ക് കൊണ്ട് നമ്പർ കൊടുക്കുന്നത്. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? പിന്നെ പോലീസ് സ്റ്റേഷൻ അല്ലാതെ പിന്നെ പോലീസ് സ്റ്റേഷൻ വിളിക്കുക. പോലീസ് സ്റ്റേഷൻ അല്ലാതെ ചാലക്കുടി ചന്ത 2 വർഗീയ പാർട്ടികൾ തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നത്. എന്നാ? 1-2 പേര് ചത്തിട്ടുണ്ട്. സാർ ഇപ്പൊ തന്നെ കുറച്ച് പോലീസുകാരായിട്ട് ഇവിടെ എത്തണം, അല്ലെ ഇവിടെ ചോര പുഴ ഒഴുകൂടെ. അതെ, നിങ്ങളുടെ നാട്ടുകാർ കൂടി ഇവിടെ എങ്ങനെ ഒന്നും പാടില്ല, ചെയ്യല്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാൻ പാടില്ല. ഒന്നും നടക്കുകയല്ല, സാറ് വരണം. അതെയോ? ഒരു മിനിറ്റ് കേട്ടോ. പെട്ടെന്ന് വരണം. ചാലക്കുടി ചന്തയിൽ ഭയങ്കര വർഗീയ പാർട്ടികൾ തമ്മിൽ ഭയങ്കര അടിയാ. 3 പേരെ കൊന്നിട്ടേക്കാ. വേറെ പിന്നെ പരിപാടി വെച്ച് വീശി കിടക്കുന്ന എന്നാ? ഞാനിന്ന് ലീവാ സാറേ. എന്നെ ചെയ്യണം. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഹലോ, ഇപ്പൊ വിളിച്ചാളാണോ? അതെ, ഇപ്പൊ വർഗീയ പാർട്ടിയുടെ അതെ 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 കുത്തുങ്കൊല നടക്കണ അവിടുന്ന് വിളിച്ചാണോ? അതെ, അവിടുന്ന് വിളിച്ച ആള് തന്നെ. അമ്മയാണ് സത്യം? ഉറപ്പായിട്ടും അയാൾ തന്നെ. ഉറപ്പാണോ? അതേ, അമ്മയാണ് സത്യം, അയാൾ തന്നെ. ഈ സബ്സ്ക്രൈബർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് വിളിച്ചാ കിട്ടിയല്ല. കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അതെ, ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചു നോക്കട്ടാ. കിട്ടുമ്പോ ശരിയാക്കട്ടാ. അവൻ ചമ്മിപ്പോയി. അവൻ ഇവനൊക്കെ ഇങ്ങനെയുണ്ടോ മനുഷ്യൻ? വെറുതെ ഓരോ വർഷമൊക്കെ കാണിച്ചോണ്ടിരുന്നുള്ളൂ. എന്നാണോ കാണിച്ചത്? ഇങ്ങനെയാണോ സല്യൂട്ട് അടിക്കണേ? ഈ കബഡിക്കാരെയൊക്കെ പോലീസ് സ്റ്റേഷൻ പോലീസായിട്ട് എടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയതാ. എടോ, ഞാനൊക്കെ നേരിട്ട് കിട്ടണ എങ്ങനെയാ? നേരിട്ട് പോലീസിൽ എടുക്കണതിന് കിട്ടിയതായി അറിയോ? സല്യൂട്ട് അടിക്കുമ്പോഴൊന്നും അങ്ങനെയൊന്നുമല്ല. സല്യൂട്ട് അടിക്കുന്ന ഒരു വൃത്തി മനയൊക്കെ ഉണ്ട്. സല്യൂട്ട് അടിക്കുമ്പോ ഇതാണോ 5 വിരലും ഇങ്ങനെ ഒപ്പം എന്റെ നെറ്റി കണ്ട, നെറ്റിയുടെ നേരെ വന്ന് നിൽക്കണം കണ്ട. അങ്ങനെ സല്യൂട്ട് അടിക്കണം. അങ്ങോട്ട് സല്യൂട്ട് അടിക്കാം. നോക്കിക്കോ, സല്യൂട്ട് അടിച്ചു. അങ്ങനെയാണ് സാർ അടിക്ക. ഇങ്ങനെ വന്നിട്ട് എന്റെ നെറ്റിയുടെ നേരെ കൈ വന്ന അടിച്ചോ. ഇതെന്നതായത്? എന്റെ നെറ്റിയുടെ നേരെയാണോ കൈ കൊണ്ടുവന്ന് വെക്കണം?
പറ്റിയല്ല എനിക്ക്. ഞാൻ എങ്ങനെ എൻ്റെ ഇങ്ങനെ ഉണ്ടോ പോലീസ്? ഇവിടെ മൂവാറ്റുപുഴയിൽ ലിസയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയത് എഴുതിക്കൊണ്ടിരിക്കുവല്ലേ? പിന്നെ എന്നാ നോക്കി നോക്കിയത്? കുറച്ച് എഴുതിയിട്ടുള്ളൂ. പായി നോക്കിയിരിക്കും, അത് എഴുതണോന്നു ഓടോന്നു. ഇനിയും കബഡിയും കളിച്ചോണ്ട് വന്നു. എന്നാണോ? പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു. എന്നാണോ അത്? ഈ കണ്ടിട്ട് തന്നെ രണ്ട് പിള്ളേരും ഉള്ള എന്നെ ഇനി പെണ്ണ് കാണാൻ വന്നേക്കുന്നു. കളിയാക്കാൻ നിൽക്കുന്ന പൊക്കോ. അയ്യോ അതല്ല സാർ, ഒരു പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു സാറിന്. അതെയോ? പെട്ടെന്ന് കേട്ടുവിടും. സ്ത്രീകളുടെ പരാതി കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിലും ഇല്ലേ? നമസ്കാരം സാറേ. നമസ്കാരം. ഇത്രയും കരയണ്ട കേട്ടോ. കാര്യം എന്നോട് പറഞ്ഞു. എന്നാ കുഞ്ഞെ? ഞാനൊരു പാവം വേലക്കാരിയാ. അയ്യോ, വേലക്കാരിക്ക് ഇവിടെ സ്ഥാനമില്ല. ശശിധരനല്ലേ നമുക്ക് ചായ അപ്പൊ പിന്നെ അവന്റെ പണി പോവുകയല്ലേ. വേലക്കാരി വേണ്ട. അതുമല്ല ഇവനൊക്കെ ഇവിടെ പോലീസുകാര് ഓക്കോ വേണ്ട. ഓക്കോ ഞാനൊരു പരാതി ബോധിപ്പിക്കാൻ വന്നതാ. പരാതി ബോധിപ്പിക്കാൻ പോകുന്നത് ബോധിപ്പില്ലെന്നാ? അതെ, ഞാൻ വേലയ്ക്ക് നിന്ന് വീട്ടിലെ കൊച്ചമ്മ അവിടുത്തെ സാറിനെ ഞാൻ തന്നെ കൊല്ലും എന്ന് പറഞ്ഞ് എപ്പോഴും ഭീഷണിയാ. എന്നാ? അതെ, ഞാൻ വേലയ്ക്ക് നിന്ന് വീട്ടിലെ കൊച്ചമ്മ അവിടുത്തെ സാറിനെ ഞാൻ തന്നെ കൊല്ലും എന്ന് പറഞ്ഞ് എപ്പോഴും ഭീഷണിയാ. നീ വേലയ്ക്ക് ഇരിക്കുന്ന വീട്ടിലെ കൊച്ചമ്മ ആ പെൺപിള്ളയുടെ കെട്ടിയവനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുന്നത് നിനക്കെന്നാ പെൺപിള്ള എത്ര സൂക്കാണ്? ഒന്ന് പോ സാറേ. എന്റെ വയറ്റിൽ വളർന്ന കൊച്ചിന് തന്നില്ലാക്കണേ, ഞാൻ സമ്മതിക്കില്ല. അവക്കടെ വയറ്റിൽ വളർന്ന കൊച്ചിന് തന്നയില്ലാക്കാൻ ഞാൻ സമ്മതിച്ചാലെന്ന്. ചെരുപ്പം കൊണ്ടാ, ചെരുപ്പം കൊണ്ടുപോയി. ഇവരെ കൊന്നു കളഞ്ഞാണ് സാറേ. ആ കള്ളനോട്ട് കേസിലെ പ്രതിയെ കിട്ടിയിട്ടുണ്ട്. എവിടെ? ഇവിടെ വാദിക്കുന്നു. പിടിക്കാം, ഓടിച്ചിട്ട് പിടിക്കാം. അതെ, പെട്ടെന്ന് കൊണ്ടുപോകാം. ഇടിക്കോ നല്ലോ ഒന്നും വേണ്ടാട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി ചെയ്ത് ഇടിക്കരുത്, ഇടിച്ചേക്കരുത്. അവരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ? ഇടിക്കല്ലേ? അവിടെ ഇടിക്കരുത്. ചെരുപ്പം പോയില്ല. അവിടെ വന്നു. ഇവിടെ അലിവിടെ ഇവിടെ വന്നു. എനിക്ക് ഇടിക്കുന്ന ഒന്നും ഇഷ്ടമല്ല. ചുമ്മാ ഇവിടുത്തെ കുറെ പിള്ളേർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരാ പിടിച്ച് ഇടിക്കുകയൊക്കെ ചെയ്യണം. പറഞ്ഞേ, കള്ളൻ്റെ അടിച്ചോടാ. എന്റെ പൊന്നി സാറേ, ഞാൻ അടിച്ചേക്ക നല്ല നോട്ടാ. പിന്നെ മാറാൻ ചെന്നപ്പോൾ അറിയുന്ന കള്ളനോട്ടാന്ന്. എന്നാ മാറാൻ ചെന്നപ്പോൾ അറിയുന്ന കള്ളനോട്ടാന്ന്. ശരി, കള്ളനോട്ടിന്റെ ബിസിനസ് അല്ലേ? ഓടി വല്ലോടത്തും രക്ഷപ്പെട്ടാ പോയി. അവൻ ചെയ്തെന്താണെന്നറിയാമോ? എന്നാണ്? അവൻ 5 വയസ്സ് പോലും തികയാത്ത ഒരു പെൺകൊച്ചിനാണ്. പെങ്കൊച്ചിനെ? 5 വയസ്സുള്ള പെങ്കൊച്ചിനെ? 5 വയസ്സ് പോലും തികയാത്ത ഒരു പെൺകൊച്ചിനെ. അവൻ 5 വയസ്സ് പോലും തികയാത്ത പെൺകൊച്ചിനാണ്. 5 വയസ്സ് പോലും തികയാത്ത പെൺകൊച്ചിനെ അവൻ 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത്. 5 വയസ്സുള്ള കൊച്ചിനെ 1-ാം ക്ലാസ്സിലുള്ള പിന്നെ ചേർക്കാൻ പറ്റുള്ളൂ. ആ യൂണിഫോം അടിച്ച് മടിച്ചിട്ട് പോലീസായിട്ടും കൂടെ പോരാട്ടോ. തന്നെ ഞാൻ തിരിച്ചു കൊണ്ടിരിക്കുന്നു. പോടാ, വിളിച്ചിറങ്ങി കേട്ടോ. വിട്ടെ, യൂണിഫോം ഇട്ടോട്ടോ കേട്ടോ. എന്നെ എനിക്ക് പറ്റിയല്ല. രാജിക്കത്ത് എഴുതി കൊടുക്കാമോ? ഹലോ, SI അല്ലേ? SI ആണെങ്കിലോ? അല്ല, SI ഇല്ലേ? SI ആനാ? കണ്ടിട്ട് തോന്നണല്ലോ SI ആന്ന്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നീ ആരാണെങ്കിൽ എനിക്ക് എന്നാ വേണോടാ? ഞാൻ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി മണ്ഡലമാണ് ഞാൻ. ഈ സ്റ്റേഷൻ കയറുന്നത് സാറിന് SI ആണെന്ന് ചോദിച്ചു. ഇവന് എന്തേലും ശിക്ഷ കൊടുക്കണം സാർ. വേണ്ട, പൊക്കോട്ടെ. വേണ്ടെന്ന് അറിവില്ലായ്മ കൊണ്ട് പോട്ടെ. എന്നാ ശിക്ഷ ഇപ്പൊ കൊടുക്കണം? ഒരു കാര്യം ചെയ്യാം, ഗേറ്റിന്റെ അവിടെ നിൽക്കുന്ന കുറെ പള്ള ഒപ്പിടാക്കെ വെട്ടി തെളിച്ച് വെച്ച് വിട്ടേ. ഞാൻ ചെയ്യേണ്ട ജോലി ഇവൻ ചെയ്യേണ്ട കാര്യമില്ല. അത് എനിക്കുള്ള ജോലി, അത് ഞാൻ ചെയ്തോളാം. ഇനിയിപ്പോ എന്നെ ഇവൻ എന്തേലും കൊടുത്തേ പറ്റുള്ളൂ. എന്നാ ഒരു 50 രൂപ വണ്ടിക്കൂലി കൊടുത്തു വിടാം. 50 രൂപ വണ്ടിക്കൂലി കൊടുത്തു വിട്ടാൽ മതിയോ? 50 രൂപ വണ്ടിക്കൂലിയോ? അതല്ല സാറേ പറഞ്ഞു, ഇവൻ എന്തേലും ശിക്ഷ കൊടുക്കണമെന്ന്. ശിക്ഷ ഇപ്പൊ എന്നാ ഇപ്പൊ കൊടുക്കണേ? ഇപ്പം എന്നാ ഇപ്പൊ കൊടുക്കണേ? നമുക്ക് ഇവനെ മൂത്രം കുടിപ്പിച്ചാലോ? മൂത്രം കുടിപ്പിച്ചാലോ? മൂത്രമൊക്കെ വിഷയം കുടിക്കാൻ പറ്റാതെ മനുഷ്യനെ കൊണ്ട് കുടിപ്പിക്കാൻ പറ്റുമോ? കുടിക്കാൻ വേണ്ട വേണ്ട. സാറേ, മൂത്രം കുടിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കുടിപ്പിക്കുമല്ല. അതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്.
അതെങ്ങനെയാ അത്? അല്ല അവൻ പോയാൽ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പാറാവോരം വെടിവെച്ച് കൊണ്ടുപോകും. അറിയോ അവിടെ ഒന്നുള്ളൂ. ഓക്കെ സാർ, ഇനിയിപ്പോ നമുക്ക് ആ നടപടിക്രമത്തിലേക്ക് കിടക്കാം. ഉവ്വ. അതായത് നമ്മൾ ആദ്യമായിട്ട് ഒരു 1/2 ഗ്ലാസ് മൂത്രം എടുക്കുക. 1/2 ഗ്ലാസ് മൂത്രം കൊടുക്കണം. അതിനകത്ത് കാച്ചിയ പാലൊഴിക്കുക. ആ, ഏ? കാച്ചിയ പാലൊഴിക്കുക. ഒഴിക്കാം. ഒഴിക്കാം. എന്നിട്ട് ഒരു 4 സ്പൂൺ പഞ്ചസാര ഇടുക. ഇടാം, പഞ്ചസാര ഇടാം, പഞ്ചസാര എന്നിട്ട് ഇടാം. നന്നായിട്ട് അവനെ അങ്ങോട്ട് ഇളക്കുക. ഇളക്കണം. നന്നായിട്ട് ഇളക്കുമ്പോൾ ഇളക്കിക്കോ. നല്ല മധുരമായിരിക്കും, ആ, നല്ല- നല്ല പരിവായിരിക്കും. മനസ്സിലായോ? ആ, എന്നിട്ട്? എന്നിട്ട് കുറച്ച് സേമിയ വറുത്തതിനകത്ത് വറുത്തിടണം, അത് വേണം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്യും. അപ്പൊ നല്ല പരുവത്തിലായിരിക്കും. എന്നിട്ടോ? എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, ആ. പിന്നെ ഏലക്ക, പിന്നെ കിസ്മിസ്, അങ്ങനെയൊക്കെ നല്ലോണം നെയ്യ് വറുത്തിട്ട് നെയ്യിൽ വറുത്തിടണം. അങ്ങോട്ട് ഇട്ടിട്ട് അവന് കൊടുക്കുമ്പോ ഒരു ചെറുപ്പിഴ കൂടെ മോളി വെച്ചിട്ട് കൊടുത്താൽ അവൻ അടിപൊളിയായിട്ട് നന്നായിട്ട് അവൻ കുടിക്കും. ഒന്ന് നിർത്തിക്കണോ? ഇത്ര ഐറ്റംസ് ഒക്കെ ഇടാമെങ്കിൽ അവന് കൊടുക്കണോ? നമുക്ക് കുടിക്കാൻ പറ്റില്ല.